reading live session, and as usual this is Bindi with you today. അപ്പോൾ നമുക്കറിയാം റീഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇമ്പ്രൂവ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പ്രാക്ടീസ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രാക്ടീസ് ആൻഡ് ഇമ്പ്രൂവ് അല്ലേ, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്കില്ലും നമ്മുടെ സ്കോറും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. യെസ് അനുപമ എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര പരിചയമുള്ള പേരല്ല. സിനി, എല്ലാവർക്കും വെൽക്കം ടു ദ സെഷൻ. അപ്പം ഇത് പാർട്ട് സി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പാർട്ട് സിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കണം, ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആൻഡ് പിന്നെ എന്തൊക്കെ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മളൊരു ആൻസറിലേക്ക് പോകുന്നത് എന്നുള്ളൊരു പ്രാക്ടീസാണ്. ഡെഫിനറ്റ്ലി പ്രാക്ടീസ് സെഷൻസ് മാത്രമേ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സാധിക്കുള്ളൂ. നമുക്ക് എത്ര അറിയാമെന്ന് പറഞ്ഞാലും ഒരു കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് അതിൻ്റെ കൂടെ നമ്മുടെ സ്കോർ കൂട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. എത്ര നന്നായി ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഉണ്ടെന്ന് വെച്ചോ, എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ സ്കോറിലേക്ക് എത്താൻ പറ്റും. റീഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണല്ലേ. നമുക്ക് ടഫാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ സിമ്പിളാണ്. കാരണം നമുക്കൊരു ടെക്സ്റ്റ് തന്നിട്ട് അതിൽ നിന്ന് റീഡ് ചെയ്ത് അതിൽ നിന്ന് ആൻസർ ഫൈൻഡ് ചെയ്യാനാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. ജസ്റ്റ് നമ്മളത് വേണ്ട വിധം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. മാത്രമല്ല പാർട്ട് സിയും പാർട്ട് ബിയും മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നമുക്ക് ആൻസറിൻ്റെ ഓപ്ഷൻസ് അവിടെ പ്രൊവൈഡും ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് മാച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സോ ഇന്നത്തെ സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് OET റീഡിങ്ങിൻ്റെ പാർട്ട് സി എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ നമ്മുടെ സ്കോർ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. സോ നമുക്കെന്നാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. നിങ്ങൾ റെഡിയാണോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി? യെസ്, എല്ലാവരുടെയും മെസ്സേജ് കണ്ടു. ജൂനിഷ, യെസ്, ദിവ്യ, എല്ലാവർക്കും വെൽക്കം കേട്ടോ. ശരി, അപ്പം നമുക്ക് റെഡിയാണോ? നിങ്ങൾ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റും. യെസ്, റെഡിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്ക്, ഞാൻ ചോദിച്ചിരുന്നുണ്ടോ, വിച്ച് ഈസ് നോട്ട് ലിങ്ക്ഡ് ടു സോളിറ്ററി ലിവിങ്സ് എഫക്റ്റ്. അപ്പോൾ പാസേജ് ഒന്ന് വായിച്ചു നോക്കണം അല്ലേ. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് നമ്മുടെ പാസേജ്? ഇൻ ദ സെൻസ് ഇവിടുത്തെ ടെക്സ്റ്റ് നമുക്ക് റീഡ് ചെയ്യാൻ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ സോളിറ്ററി ലിവിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അതിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള എഫക്ട്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. കണക്റ്റഡ് അല്ലാത്ത എഫക്റ്റ് കണ്ടുപിടിക്കണം, അതിൽ നിന്ന് ആൻസറിലേക്ക് പോകണം. ഇതാണ് മെത്തേഡ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്മളൊന്ന് വായിച്ചു, ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. നമ്മൾ ഓപ്ഷൻസ് നോക്കി, അവിടെ സോഷ്യൽ ബോണ്ടിങ് അഡാപ്റ്റേഷൻ ഉണ്ട്, ഏർലി മൊർട്ടാലിറ്റി ഉണ്ട്, എലിവേറ്റഡ് ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് ഉണ്ട്, ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ടു ന്യൂറോ ഡീജനറേഷൻ. ഇതിൽ നമുക്ക് വേണ്ടത് സോളിറ്ററി ലിവിങ് എഫക്റ്റിൻ്റായിട്ട് ലിങ്ക്ഡ് അല്ലാത്തത് വേണം അല്ലേ, നോട്ട് കണക്റ്റഡ് ടു സോളിറ്ററി ലിവിങ് എഫക്റ്റ്. അപ്പം ഈ സോളിറ്ററി ലിവിങ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ അതിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ത്രൂ ഔട്ട് ഹ്യൂമൻ ഹിസ്റ്ററി അവർ കപ്പാസിറ്റി ടു കൊലാബറേറ്റ് ആൻഡ് യുണൈറ്റ് ഹാസ് പ്രൊപ്പൽഡ് അസ് ഫോർവേഡ്, allowing us to achieve feats beyond individual capabilities. അല്ലേ, അപ്പോൾ സോഷ്യൽ ഇൻറ്ററാക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ. നമ്മുടെ കപ്പാസിറ്റി ടു കൊലാബറേറ്റ് ആൻഡ് യുണൈറ്റ്, ഒരുമിച്ച് നിൽക്കാനും കൊളാബറേറ്റ് ചെയ്യാനുള്ള കഴിവാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. എവല്യൂഷൻ ഹാസ് ഫേർവേഡ് ട്രേറ്റ്സ് ദാറ്റ് പ്രൊമോട്ട് സോഷ്യൽ കൊഹിഷൻ അല്ലേ. നമ്മുടെ എവല്യൂഷൻ സോഷ്യൽ കൊഹിഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, സോഷ്യൽ ഇൻട്രാക്ഷനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. റിഫ്ലക്റ്റിംഗ് അവർ ഇന്നേറ്റ് ടെൻഡൻസി ടുവേർഡ്സ് കമ്മ്യൂണൽ ലിവിങ്, നമുക്ക് കമ്മ്യൂണൽ ലിവിങ്ങിനോടാണ് താല്പര്യം. റീസെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് എന്നാൽ, അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് റീസെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് അണ്ടർസ്കോർ ദ ഡയർ കോൺസിക്വൻസ് ഓഫ് സോഷ്യൽ ഐസൊലേഷൻ. സോഷ്യൽ ഐസൊലേഷൻ്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് അല്ലേ, കോൺസിക്വൻസ് നമുക്കറിയാം, എഫക്റ്റാണ്. എക്സ്പോസിങ് ദ ഹാർഷ് റിയാലിറ്റി ഫേസ്ഡ് ബൈ ദോസ് ഡിപ്രൈവ്ഡ് മീനിങ് ഫുൾ ഹ്യൂമൻ കണക്ഷൻസ്. അപ്പോൾ അവിടെ ഹ്യൂമൻ കണക്ഷൻസ് ഡിപ്രൈവ് ചെയ്തിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു, ഇൻസഫീഷ്യൻ്റാണ്, കുറവാണെന്നൊക്കെയാണ് പറയുന്നത്. റിസർച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പെർസിസ്റ്റൻറ്റ് ലോൺലിനെസ് സിഗ്നിഫിക്കൻ്റ്ലി റേസസ് ദ ലൈക്ലിഹുഡ് ഓഫ് പ്രീമച്വർ ഡെത്ത് ആൻഡ് ആംപ്ലിഫൈസ് ദ റിസ്ക് ഓഫ് വേരിയസ് ഹാർട്ട് അഫ്ലിക്ഷൻസ് ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, മെറ്റസ്റ്റാറ്റിക് ക്യാൻസർ, സ്ട്രോക്ക് ആൻഡ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് സച്ച് ആസ് അൽഷൈമേഴ്സ്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കോണ്ടൻറ്റ്. ഒരുപാടൊന്നുമില്ല, വളരെ ചെറിയ കോണ്ടൻറ്റാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് നോട്ട് ലിങ്ക്ഡ് ടു സോളിറ്ററി ലിവിങ്. സോളിറ്ററി ലിവിങ്ങിനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് സോളിറ്ററി ലിവിങ്? അവിടെ സോഷ്യൽ ഐസൊലേഷൻ എന്നുള്ളൊരു ടേം നമ്മൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടല്ലോ, അതാണ് സോളിറ്ററി ലിവിങ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. നമുക്ക് വേണ്ടത് സോളിറ്ററി ലിവിങ് അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ്റെ എഫക്റ്റ്
അല്ലാത്തത്. എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, അതുകൊണ്ടുണ്ടാവുന്ന കോൺസീക്വൻസ് ആണ് എഫക്റ്റ് അല്ലേ. അപ്പം അതിൻ്റെ എഫക്റ്റ് അല്ലാത്തത്. സോ ഇവിടെ തന്നിരിക്കുന്നത് സോഷ്യൽ ബോണ്ടിങ് അഡാപ്റ്റേഷൻസ് ഉണ്ട്, ഏർലി മോർട്ടാലിറ്റി ഉണ്ട്, എലിവേറ്റഡ് ഹാർട്ട് ഡിസീസ് ഉണ്ട്, ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ടു ന്യൂറോ ഡീജനറേഷൻ. എല്ലാവരും ഒന്ന് വേഗം ഒന്ന് നോക്കിയാൽ ടെക്സ്റ്റൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒന്ന് ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും. റീഡബിൾ ആണല്ലോ. പെട്ടെന്നൊന്ന് എല്ലാവർക്കും സ്ക്രീൻ ഇപ്പം നല്ല വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചേ അതായിട്ട് ലിങ്ക്ഡ് അല്ലാത്തത് ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ വന്നിരിക്കുന്നു. എ ഉണ്ട് ആൻസറായിട്ട്. ഓക്കെ, ഹേ ഉണ്ട് ആൻസർ. സിനി, അമിത, ദിവ്യ എല്ലാവരും എ എന്നുള്ള ആൻസറാണ്. സി ഉണ്ട് ആൻസർ. അനൂപ് പറയുന്നു സി ആണ് ആൻസർ. ഓക്കെ, നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. ഇനിയും എന്താണ് കറക്റ്റ് ആൻസർ എന്നറിയണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. സോളിറ്ററി ലിവിങ് എഫക്റ്റ് ആണ് അല്ലേ, അതായത് സോഷ്യൽ ഐസൊലേഷൻ്റെ എഫക്റ്റ് അല്ലാത്തത്. നോട്ട് ലിങ്ക്ഡ്, ആ വേർഡുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നോട്ട് ലിങ്ക്ഡ്, സോളിറ്ററി ലിവിങ് എഫക്റ്റ്. അപ്പം ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ എ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്താണെന്നറിയാമോ കാര്യം, ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിരുന്നത് ലിങ്ക്ഡ് അല്ലാത്തതാണ് അല്ലേ. പക്ഷേ നമ്മൾ ഇവിടെ ലിങ്ക്ഡ് ആയിട്ടുള്ളത്, അസോസിയേറ്റഡ് ആയിട്ടുള്ളത്, കണക്റ്റഡ് ആയിട്ടുള്ളത് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. എവിടെയാണ്? റിസർച്ച് ഇൻഡിക്കേറ്റ്സ്, ലാസ്റ്റ് കണ്ടോ, ദാറ്റ് പെർസിസ്റ്റൻറ്റ് ലോൺലിനെസ് സിഗ്നിഫിക്കൻ്റ്ലി റേസസ്, കണ്ടോ, ദ ലൈക്ലിഹുഡ് ഓഫ്, എന്തിൻ്റെ ചാൻസാണ്, എന്തിൻ്റെ ലൈക്ലിഹുഡാണ് സിഗ്നിഫിക്കൻ്റ്ലി റേസ് ചെയ്യുന്നത്, കൂട്ടുന്നത്, പ്രീമച്വർ ഡെത്ത് കൂട്ടുന്നു. ആൻഡ് ആംപ്ലിഫൈസ് ദ റിസ്ക് ഓഫ്, ഉണ്ടോ, റിസ്ക് കൂട്ടുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. ഹെൽത്ത് അഫ്ലിക്ഷൻസ് ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്? കാർഡിയോവാസ്കുലർ ഡിസീസ്, മെറ്റസ്റ്റാറ്റിക് ക്യാൻസർ, സ്ട്രോക്ക്, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ്. അപ്പം നമ്മളുടെ ടെക്സ്റ്റിലെ ഏർലി മോർട്ടാലിറ്റിയെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണക്റ്റഡ് ആണല്ലേ. ലൈക്ലിഹുഡ് ഓഫ് പ്രീമച്വർ ഡെത്ത് അല്ലേ, പ്രീമച്വർ ഡെത്ത് അല്ലേ ഏർലി മോർട്ടാലിറ്റി. സോ അത് നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അല്ലേ, അത് ലിങ്ക്ഡ് ആണ്. അതിനുശേഷം എലിവേറ്റഡ് ഹാർട്ട് ഡിസീസ്, അവിടെ ആംപ്ലിഫൈസ് ദ റിസ്ക് ഓഫ് വേരിയസ് ഹെൽത്ത് അഫ്ലിക്ഷൻസ് ഇൻക്ലൂഡിങ് കാർഡിയോവാസ്കുലർ ഡിസീസ്. അപ്പോൾ അവിടെ എലിവേറ്റഡ് ഹാർട്ട് ഡിസീസും എന്താണ്, ലിങ്ക്ഡ് ആണ്, കണക്റ്റഡ് ആണ്. ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ടു ന്യൂറോ ഡീജനറേഷൻ അല്ലേ, അവിടെയും വൾണറബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് കണ്ടോ. അപ്പോൾ അവിടെ പ്രിമച്വർ ഡെത്ത്, ആംപ്ലിഫൈസ് ദ റിസ്ക് ഓഫ് വേരിയസ് ഹെൽത്ത് അഫ്ലിക്ഷൻ എന്ന് പറഞ്ഞില്ലേ.
വേരിയസ് ആയിട്ടുള്ള ഹെൽത്ത് അഫ്ലിക്ഷൻ്റെ റിസ്ക് ഉണ്ടാകുന്നു. അതിൽ പലതും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, ഇൻക്ലൂഡിങ് കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ട്, മെറ്റസ്റ്റാറ്റിക് ക്യാൻസർ ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ഉണ്ട്. അപ്പം ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ടു ന്യൂറോ ഡീജനറേഷൻ, അതിൻ്റെ വൾണറബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കാരണം അവിടെ പറഞ്ഞില്ലേ, ലൈക്ലിഹുഡ് പറഞ്ഞില്ല എന്തിൻ്റെയൊക്കെയാണ്, പ്രിമച്ചർ ഡെത്ത് ഉണ്ട്, ആംപ്ലിഫൈസ് ദ റിസ്ക് ഓഫ് വേരിയസ് ഹെൽത്ത് അഫ്ലിക്ഷൻ, അതിനകത്ത് ഏത് വരുന്നുണ്ട്, ന്യൂറോ ഡീജനറേഷനും വരുന്നുണ്ട്. സോ ഇത് 3 ബി, സി ആൻഡ് ഡി, ഇത് 3 സോളിറ്ററി ലിവിങ് അല്ലെങ്കിൽ സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ്, സോഷ്യൽ ഐസൊലേഷൻ്റെ എഫക്റ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എർലി മൊർട്ടാലിറ്റി, ദാറ്റ് ഈസ് പ്രിമച്ചർ ഡെത്ത് അല്ലേ. എലിവേറ്റഡ് ഹാർട്ട് ഡിസീസ്, അവിടെ കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ റിസ്ക് ഉണ്ട്. ആൻഡ് ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ടു ന്യൂറോ ഡീജനറേഷൻ. സോ സോഷ്യൽ ബോണ്ടിങ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു റിസ്ക് ഫാക്ടർ അവിടെ വന്നിട്ടില്ല അല്ലേ. സോഷ്യൽ ബോണ്ടിങ് അഡാപ്റ്റേഷൻ വെച്ചാൽ അവർ സോഷ്യലി ബോണ്ടഡ് ആവുകയാണ് അവിടെ അല്ലേ. അവിടെ ഒരു സോഷ്യൽ കൊഹിഷനാണ്, അവിടെ സോഷ്യലി അവർ യുണൈറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു അഡാപ്റ്റേഷൻ കൊണ്ട് അവിടെ എന്താ വരാൻ പോകുന്നത്, സോഷ്യൽ ഇൻട്രാക്ഷനും കോപ്പറേഷനൊക്കെ കൂടത്തതേ ഉള്ളൂ സോഷ്യൽ ബോണ്ടിങ് അഡാപ്റ്റേഷനിലൂടെ. ഒരിക്കലും അതൊരു കോൺസീക്വൻസ് ആയിട്ട് മാറത്തില്ല അല്ലേ. സോഷ്യൽ ഐസൊലേഷൻ്റെ കോൺസീക്വൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ്. ഒരിക്കലും അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ആഫ്റ്റർ ഇഫക്റ്റ് ആവില്ല. അത് കാരണം സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടത്തതേ ഉള്ളൂ. മേളിൽ അവിടെ കിടപ്പുണ്ട്, എവല്യൂഷൻ ഹാസ് ഫേവേർഡ് ട്രേറ്റ്സ് ദറ്റ് പ്രൊമോട്ട് സോഷ്യൽ കൊഹിഷൻ, കണ്ടോ. സോ അവിടെ A is the right answer because social bonding adaptation is not linked to solitary living's effect. Clear ആയോ കാര്യങ്ങൾ? യെസ്, താങ്ക് യു. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയി എന്നറിയുന്നു. ആൻഡ് നമ്മൾ വീണ്ടും നമ്മുടെ പ്രാക്ടീസ് അല്ലേ, നമ്മുടെ ഇന്നത്തെ ഇത് തന്നെ എന്തായിരുന്നു, പ്രാക്ടീസ് ആൻഡ് ഇമ്പ്രൂവ് എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ് ഡെഫിനറ്റ്ലി നമ്മുടെ സ്കോറും നമ്മുടെ റീഡിങ് സ്കില്ലും റീഡിങ്ങിനോടുള്ള ഇൻട്രസ്റ്റും റീഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും എല്ലാം കൂടിക്കൊണ്ടിരിക്കും. സോ മൂവിങ് ഓൺ ടു അടുത്തൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യനാണ്. ഇവിടെയും സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെക്കുറിച്ചാണ് ഇവിടുത്തെയും ഡിസ്കഷൻ. ദ മാറ്റർ ഓഫ് അല്ലെങ്കിൽ ദ ടോപ്പിക് അതാണ്. വാട്ട് വാസ് conspicuously diminished among the socially isolated cohort? ഒന്ന് ട്രൈ ചെയ്തേ വേഗം. സ്ക്രീൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് വിസിബിൾ ആക്കി തരാം കുറച്ചുകൂടി ഈസി ആയിട്ട്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ടൈമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാരഗ്രാഫിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. John Cacioppo from University of Chicago and Cole undertook a collaborative investigation into the transcriptional disparities between individuals experiencing social isolation and those embedded in robust social network. Their inquiry unveiled a profound attenuation of antiviral response among the socially isolated cohort, juxtaposed with a conspicuous upregulation of inflammatory gene clusters. This dysregulated inflammatory milieu may serve as a catalyst for pathogenic cascades underlying atherosclerosis, Alzheimer's and oncogenesis. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. അവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കോൺസ്പീഷ്യസ്ലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ളത് എന്താണെന്നാണ് അവിടുത്തെ ചോദ്യം. എമംഗ് ആരില്ല, സോഷ്യലി ഐസൊലേറ്റഡ് കോഹോട്ട്.
ഓക്കെ, ആൻസർ ട്രൈ ചെയ്തോളൂ. ഇവിടെ നമ്മൾ ഏത് ഓപ്ഷൻ കറക്റ്റായിട്ട് എടുക്കും? എ എടുക്കോ, ബി എടുക്കോ, സി എടുക്കോ? ഏത് ആൻസർ എടുക്കും? കുറച്ച് പേര് അവിടെ എ എന്ന് പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. യെസ്, അമിത, ബീനയൊക്കെ സി പറയുന്നുണ്ട്. ആൻഡ് ചിലർ പറയുന്നു ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന്. നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ എല്ലാ മെസ്സേജസും വായിക്കുന്നില്ല. ഇതിനകത്ത് ശരിക്കും കറക്റ്റ് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വാസ് കോൺസ്പീഷ്യസ്ലി ഡിമിനിഷ്ഡ് എമംഗ് സോഷ്യലി ഐസൊലേറ്റഡ് കോഹോട്ട്? ആ ഒരു സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കോഹോട്ട് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അവരിൽ കോൺസ്പീഷ്യസ്ലി ഡിമിനിഷ്ഡ് എന്ന് പറയുമ്പോൾ വളരെ നോട്ടീസബിളി, റിമാർക്കബിളി വല്ലാതെ കുറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നത്? അവിടെ സി ആണ് വല്ലാതെ കുറഞ്ഞിരിക്കുന്നത്. കാരണം ദർ ഇമ്മ്യൂൺ ഡിഫൻസ് എഗെയിൻസ്റ്റ് വൈറസിനോടുള്ള ആ ഒരു ഇമ്മ്യൂൺ ഡിഫൻസാണ് അവിടെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നത്, നന്നായി കുറഞ്ഞിരിക്കുന്നത്. അതായത് തേർഡ് ലൈൻ്റെ എൻഡ് തൊട്ടൊന്ന് നോക്കി. ദർ ഇൻക്വയറി, അവിടെ സ്റ്റഡി നടത്തി. ദർ ഇൻക്വയറി അൺവെയിൽഡ്, അല്ലേ, റിവീൽഡ് എ പ്രൊഫൗണ്ട് അറ്റനുവേഷൻ ഓഫ് ആൻറ്റിവൈറൽ റെസ്പോൺസ് എമംഗ് ദ സോഷ്യലി ഐസൊലേറ്റഡ് കോഹോട്ട്. എന്താ അതിൻ്റെ മീനിങ്? ഇൻക്വയറി റിവീൽഡ്. അപ്പോൾ ആ അന്വേഷണത്തിൽ അവർക്ക് എന്താ റിവീൽ ചെയ്തത്? പ്രൊഫൗണ്ട് അറ്റുനേഷൻ, ഒരു സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എന്തിനകത്താണ്? അതായത് ഡീപ്ലി സപ്രസ്ഡ്, മച്ച് ലോവർ എന്നൊക്കെ പറയാം. എന്ത്? ദ ആൻറ്റിവൈറൽ റെസ്പോൺസ്, അല്ലേ? ആൻറ്റിവൈറൽ റെസ്പോൺസാണ് അവിടെ കുറഞ്ഞത്. ആരില്ല? എമംഗ് സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള കൊഹോട്ടിൽ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ കുറവായിരുന്നത് ആൻറ്റിവൈറൽ റെസ്പോൺസാണ്. ആൻറ്റിവൈറൽ റെസ്പോൺസാണ് ദർ ഇമ്മ്യൂൺ ഡിഫൻസ് എഗെയിൻസ്റ്റ് വൈറസ്, അല്ലേ? ആൻറ്റിവൈറൽ റെസ്പോൺസ്, ഇമ്മ്യൂൺ റെസ്പോൺസ് എഗെയിൻ വൈറസ്. അല്ലാതെ പ്രോബബിലിറ്റി ഓഫ് ഡെവലപ്പിംഗ് അൽഷൈമേഴ്സ് ആണോ? കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്, കുറയുമല്ല ചെയ്തിരിക്കുന്നത്. അൽഷൈമേഴ്സും എത്തിറോസ്ക്ലീറോസിസും ഒക്കെ ഉണ്ടാവാൻ, ഓങ്കോജനിസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയാണ് അവിടെ. കാറ്റലിസ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? കാറ്റലിസ്റ്റ് ഫോർ പത്തോജനിക് കാസ്കേഡ്സ്. ഈ ഒരു ഡിസ്റെഗുലേറ്റഡ് ഇൻഫ്ലമേറ്ററി കൾച്ചർ കാരണം, അല്ലേ, മേ സെർവ് എസ് എ കൾച്ചർ, സോഷ്യൽ ഇത് കാരണം, അങ്ങനെ ഒരു എൻവയൺമെൻറ്റ് കാരണം ഇറ്റ്സ് എ കാറ്റലിസ്റ്റ് ഫോർ പാത്തോജനിക് കാസ്കേഡ്. കാറ്റലിസ്റ്റാണ്, അതിൻ്റെ വേഗത കൂട്ടി, സ്പീഡ് കൂട്ടി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താ? കോൺസ്പീഷ്യസ്ലി ഡിമിനിഷാണ്, കുറഞ്ഞതാണ്. എന്താ അവിടെ കുറഞ്ഞത്? ആൻറ്റിവൈറൽ റെസ്പോൺസ് വല്ലാതെ കുറഞ്ഞു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പ്രൊഫൗണ്ട് അറ്റുനേഷൻ ഓഫ് ദ ആൻറ്റിവൈറൽ റെസ്പോൺസ് എമംഗ് സോഷ്യലി ഐസൊലേറ്റഡ്, അതല്ല നമ്മുടെ ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? അവിടെ അൽഷൈമേഴ്സോ ഇൻസ്റ്റൻസസ് ഓഫ് ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷനോ ഒന്നും അല്ല അവിടെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അതിൻ്റെ ആൻസർ? കുറേ പേര് അത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ നമ്മൾ ആൻസറും ക്വസ്റ്റ്യനും ടെക്സ്റ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു, കോൺസ്പീഷ്യസ്ലി ഡിമിനിഷ്ഡ്, അതായത് റിമാർക്കബിളി, വളരെ എന്താ, മച്ച് ലോവർ, ഡീപ്ലി സപ്രസ്ഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഏറ്റവും നന്നായി കുറഞ്ഞിരിക്കുന്നത് എന്താണ്? ആരില്ല? എമംഗ് സോഷ്യലി ഐസൊലേറ്റഡ് കൊഹോട്ട്. അത്രയും മനസ്സിലായി. നേരെ ടെക്സ്റ്റിൽ പോകുന്നു, വായിക്കുന്നു. അപ്പോൾ അവിടെ അതിന് പകരമായിട്ട് പ്രൊഫൗണ്ട് അറ്റുനേഷനെ നമ്മളിവിടെ ആയിട്ട് കണക്ട് ചെയ്യണം. കോൺസ്പീഷ്യസ്ലി ഡിമിനിഷ്ഡിനെയും പ്രൊഫൗണ്ട് അറ്റുനേഷനും നന്നായി കുറഞ്ഞിരിക്കുന്നു, മച്ച് ലോവർ. എന്താ അവിടെ? ആൻറ്റിവൈറൽ റെസ്പോൺസാണ് കുറഞ്ഞിരിക്കുന്നത്. സോ ഇമ്മ്യൂൺ ഡിഫൻസ് എഗെയിൻസ്റ്റ് വൈറസ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് തേർഡ് ക്വസ്റ്റ്യനാണ്.
What is implied by Cole's assertion regarding the impact of biology on socially isolated individual? യെസ്, ഒന്ന് വായിച്ചോ അത് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചത്. Impact of biology. Impact of biology means എന്താണ്, how biological processes affect organisms and their surroundings. ബയോളജിക്കൽ പ്രോസസ്സ് എങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യുന്നു. അവിടെ ഫിസിയോളജിയും ബയോളജിയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആർ ഇൻഡിവിജ്വൽസ് സോഷ്യലി ഐസൊലേറ്റഡ് എക്സ്പീരിയൻസിങ് ഫർദർ ബയോളജിക്കൽ സെറ്റ് ബാക്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? there are അങ്ങനെ ചോദിക്കുകയാണ്, ഫർദർ ഒരു വേറെ ബയോളജിക്കൽ ഇഷ്യൂസ് അവിടെ ഉണ്ടാകുമോ? there are two plausible evolutionary explanations, രണ്ട് പോസിബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. കോൾ സജസ്റ്റ് ദ പ്രൈമറി തിയറി posits that the altered immunological pattern അല്ലേ, altered immunological pattern serve as എന്താണ്, ഒരു ഡിഫെൻസീവ് റിയാക്ഷൻ ബൈ ദ ബോഡി. എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ആൻറ്റിസിപ്പേറ്റിംഗ് എക്സ്പെക്റ്റിംഗ് പൊട്ടൻഷ്യൽ ഇഞ്ചുറി ഇൻ ദ നിയർ ഫ്യൂച്ചർ. കണ്ടോ, നിയർ ഫ്യൂച്ചറിൽ ഒരു പൊട്ടൻഷ്യൽ ഇഞ്ചുറി, ഒരു പ്രശ്നമുണ്ടാകുമെന്ന് ആൻറ്റിസിപ്പേറ്റിംഗ്. particularly when no support or protection is available because they are socially isolated. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടോ പ്രൊട്ടക്ഷനോ അവൈലബിൾ അല്ലല്ലോ. അനദർ ഹൈപ്പോത്തസിസ് സജസ്റ്റ് ദാറ്റ് ഫീലിങ്സ് ഓഫ് ഡിസ്ട്രെസ് മേ പ്രോംപ്റ്റ് ഇൻഡിവിജ്വൽസ് അല്ലേ, ആ ഒരു ഇമോഷണൽ ഫീലിംഗ്, ആ ഒരു ഡിസ്ട്രെസ് ഫീലിംഗ് എന്ത് ചെയ്യുന്നു, മേ പ്രോംപ്റ്റ് ഇൻഡിവിജ്വൽസ് ടു സീക്ക് അസിസ്റ്റൻസ് ഫ്രം അതേഴ്സ്. അവർക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണമെന്നുള്ള തോന്നൽ. ഇൻ ദിസ് വ്യൂ ദി ഇമോഷണൽ ആംഗ്വിഷ് ഓഫ് ലോൺലിനെസ്സിൻ്റെ ആ ഒരു ഇമോഷണൽ പെയിൻ ഓപ്പറേറ്റ്സ് സിമിലർലി ടു ഫിസിക്കൽ പെയിൻ. കണ്ടോ, ഒരു ഫിസിക്കൽ പെയിൻ പോലെ തന്നെയാണ് രണ്ടും, സിഗ്നലിംഗ് എ നീഡ് ഫോർ റെസൊല്യൂഷൻ. ഇതാണ് ടെക്സ്റ്റ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിഗാർഡിംഗ് ദി ഇമ്പാക്റ്റ് ഓഫ് ബയോളജി ഓൺ സോഷ്യലി ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽ. ബയോളജിയുടെ ഇമ്പാക്റ്റ്. ഓക്കെ, ഓക്കെ, നിങ്ങൾ ആൻസർ വന്നോട്ടെ. സി എന്ന ആൻസർ പറഞ്ഞിരിക്കുന്നു അവിടെ. ദേ ഹാവ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ടു സീക്ക് ഔട്ട് ഫിസിയോളജിക്കൽ ഡി. ദേ ഹാവ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ടു സീക്ക് ഔട്ട് ഫിസിയോളജിക്കൽ ഓൾട്ടറേഷൻ. ദേ ആർ പ്രോൺ ടു ഫിസിയോളജിക്കൽ ചേഞ്ചസ്. They are predisposed to disease at a physiological level and they are inherently prone to physiological alteration. Are individuals socially isolated experiencing further biological setbacks? ഇതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു ആൻസേഴ്സ്. അതായത് ബയോളജിക്കൽ സെറ്റ്ബാക്സ് ബയോളജിക്കൽ പ്രോസസ്സിലുണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്റ്റാണ്. അവിടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, ഫിസിയോളജിക്കൽ ചാലഞ്ചസ് ആവാം അല്ലേ.
അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്താണ്, അല്ലെങ്കിൽ ഫിസിയോളജിക്കലി അവിടെ ഉണ്ടാകുന്ന ചാലഞ്ചസ് എന്താണെന്ന് ചോദിച്ചിട്ട് പറയുകയാണ് ദർ ആർ ടു പോസിബിൾ എവല്യൂഷണറി എക്സ്പ്ലനേഷൻ. രണ്ടെണ്ണം ഉണ്ട്. അതിലൊന്ന് ഏതാ? ദ പ്രൈമറി തിയറി പറയുന്നത് എന്താണ്? ദിസ് ഓൾട്ടേഡ് ഇമ്മ്യൂണോളജിക്കൽ പാറ്റേൺ സെർസസ്, ഈ ഒരു ഓൾട്ടേഡ് ഇമ്മ്യൂണോളജിക്കൽ പാറ്റേൺ സെർസസ് എ ഡിഫെൻസീവ് റിയാക്ഷൻ ബൈ ദ ബോഡി. കണ്ടോ, ആൻറ്റിസിപ്പേറ്റിംഗ്, അവിടെ എന്താ ഉണ്ടാകുന്നത്? എക്സ്പെക്റ്റിംഗ് ഫ്യൂച്ചറിലൊരു പൊട്ടൻഷ്യൽ ഇഞ്ചുറി ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പം നമുക്ക് ഏത് ആൻസറിലേക്ക് എത്താൻ പറ്റും ഈ ഒരു ഇൻഫർമേഷൻ്റെ ഇതിൽ? അപ്പോൾ അവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് ആർ സോഷ്യലി ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസിങ് അഡീഷണൽ ബയോളജിക്കൽ ചാലഞ്ചസ്. യെസ്, അതായത് വെദർ പീപ്പിൾ ഹൂ ആർ സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ഫേസ് എക്സ്ട്രാ ഡിഫിക്കൽട്ടീസ് റിലേറ്റഡ് ടു ദെയർ ബയോളജി, അവർ വേറെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുമോ? ദെയർ ആർ ടു പ്ലോസിബിൾ എവല്യൂഷണറി എക്സ്പ്ലനേഷൻ, അതായത് രണ്ട് പോസിബിൾ റീസൺസ് ഉണ്ട് ബേസ്ഡ് ഓൺ എവല്യൂഷണറി തിയറി ദാറ്റ് എന്താണ് വൈ സോഷ്യലി ഐസൊലേറ്റഡ് പീപ്പിൾ മൈറ്റ് ഹാവ് അഡീഷണൽ ബയോളജിക്കൽ ചലഞ്ചസ്. കണ്ടോ, പ്രൈമറി തിയറി എന്താ പറയുന്നത്? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഇഞ്ചുറി നിയർ ഫ്യൂച്ചറിൽ വരുമെന്നല്ലേ, അല്ലേ? അതായത് ചേഞ്ചസ് ഇൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഒബ്സർവ്ഡ് ഇൻ ദ സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ എന്ത് സംഭവിക്കുന്നു? the body's way of preparing a potential injury because where there is no one around to provide help. അവിടെ ആരും ഇല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പർട്ടിക്കുലർലി നോ സപ്പോർട്ട് ഓർ പ്രൊട്ടക്ഷൻ ഈസ് അവൈലബിൾ. അപ്പം നമുക്കൊരു ഫ്യൂച്ചറിൽ അവിടെ ഒരു ഫിസിയോളജിക്കൽ ലെവലിൽ എന്തുണ്ടാവാനുള്ളൊരു സാധ്യതയാണ്? ഒരു ചാൻസ് ഉണ്ട്. പ്രീ ഡിസ്പോസ്ഡ് ടു ഡിസീസ് അറ്റ് എ ഫിസിയോളജിക്കൽ ലെവൽ. കണ്ടോ, അതാണ് ബി അവിടെ ട്രൂ ആയിട്ട് വന്നിരിക്കുന്നത്. ബി ഇസ് ദ ട്രൂ ഓപ്ഷൻ ഹിയർ. ഫിസിയോളജിക്കൽ ബയോളജിക്കൽ ലെവലിൽ അവർ ദേ ആർ പ്രോൺ ടു ഡിസീസ്, അവർക്ക് ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ബിയിൽ. എയിൽ പറയുന്നത് ദേ ആർ ഇൻഹെറൻ്റ്ലി പ്രോൺ ടു ഫിസിയോളജിക്കൽ ഓൾട്ടറേഷൻ. ഫിസിയോളജിക്കൽ ഓൾട്ടറേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിയോളജിക്കലി ഓൾട്ടറേഷൻ അല്ല, ഫിസിയോളജിക്കലി അവിടെ അവർ വീക്കാണെന്നാണ് കാണിക്കുന്നത്, അല്ലേ? ബയോളജിക്കലി. അപ്പോൾ അവർക്ക് ബയോളജിക്കലി ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഫ്യൂച്ചറിൽ ഡിസീസ് വരുവാനാണ്. ഓൾട്ടേർഡ് ഇമ്മ്യൂണോളജി ഉള്ളതുകൊണ്ട് ഫിസിക്കൽ ഇഷ്യൂസും അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഫിസിക്കൽ ഓൾട്ടറേഷൻ അവർക്ക് ഓൾറെഡി ഉണ്ട്, ഫിസിയോളജിക്കൽ ഓൾട്ടറേഷൻ ഉണ്ട്. ആ ഓൾട്ടറേഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് പ്രോൺ ടു ഡിസീസ് വരാനുണ്ട്. പക്ഷേ എയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രോൺ ടു ഫിസിയോളജിക്കൽ ഓൾട്ടറേഷനുള്ള സാധ്യതയുണ്ട്. അല്ല, അവർ ഫിസിയോളജിക്കലി അവിടെ ഓൾട്ടറേഷൻ ഉണ്ട്, സാധ്യതയല്ല, ഓൾട്ടറേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം ഓൾട്ടേഡ് ഇമ്മ്യൂണോളജിക്കൽ പാറ്റേൺ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾട്ടേഡ് ഇമ്മ്യൂണോളജിക്കൽ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ചേഞ്ച് ഉണ്ട്, അല്ലേ? അപ്പോൾ അവിടെ ചാൻസ് അല്ല. അപ്പം എയിൽ പ്രോൺ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ ചാൻസ് അല്ല, അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി സി നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ പ്രോൺ ടു ഫിസിയോളജിക്കൽ ചേഞ്ച് ആണോ അവിടെ? അല്ല, അവിടെ ഡിസീസ് വരാനാണ്, അവിടെ ഒരു ഇഞ്ചുറിയാണ്. നിയർ ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഇഞ്ചുറിക്കുള്ള സാധ്യത, ഇഞ്ചുറി ഇൻ ദ സെൻസ് അവിടെ ഹെൽത്ത് ഇഷ്യൂസാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിയിൽ പറയുന്നത് ദേ ഹാവ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ടു സീക്ക് ഔട്ട് സൈക്കോളജിക്കൽ ഓൾട്ടറേഷൻ. ആണോ? സൈക്കോളജിക്കൽ ഓൾട്ടറേഷൻ ഉണ്ടാകാനുള്ളതാണോ? അവിടെ ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ഒരു ഇമോഷണൽ പെയിൻ ഫിസിക്കൽ പെയിൻ പോലെ തന്നെയാണ്, രണ്ടും ഫിസിക്കലിയും ഇമോഷണലിയും ബാധിക്കുന്നു. സോ അവിടെ ബയോളജിക്കൽ ലെവലിൽ അവർക്ക് അതുകൊണ്ട് എന്ത് വരുന്നു? വേറെ അസുഖവും. സോഷ്യലി ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് മാത്രമല്ല, അവർക്ക് മറ്റേ ബയോളജിക്കൽ ലെവൽ രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ടെന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പ്രൈമറി തിയറി posits that this altered immunological pattern serves as a defensive reaction in the body, anticipating potential injury in the near, particularly when no support or protection is available. കണ്ടോ? So, emotional anguish of loneliness operates similarly to physical pain, signaling a need for resolution. അപ്പോൾ അവിടെ ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ആ ഒരു ബയോളജിക്കൽ ലെവലിൽ അവർക്ക് അവരുടെ ഇമ്മ്യൂണോളജി ഓൾട്ടേഡ് ആയത് കാരണം നിയർ ഫ്യൂച്ചറിൽ എന്തുണ്ടാവാൻ പോകുന്നു? ഇഞ്ചുറീസ് ഉണ്ടാവാൻ പോകുന്നു. കണ്ടോ? ആ ഒരു ചാൻസ്. അതാണ് പ്രോൺ. ദേ ആർ പ്രീഡിസ്പോസ്ഡ് മീൻസ് പ്രോൺ ടു ഡിസീസ്. പ്രീഡിസ്പോസ്ഡ് മീൻസ് പ്രോൺ ആണ് കേട്ടോ.
ടു ഡിസീസ് അറ്റ് എ ഫിസിയോളജിക്കൽ ലെവൽ. ഹോപ്പ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തു. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, സജഷൻസ് അറിയിക്കുക. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ അതെല്ലാം ഉൾപ്പെടുത്തും. അപ്പം സി പാർട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻസ് എല്ലാം നമ്മളിപ്പോൾ ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന ഐഡിയയെ ഓൾട്ടർനേറ്റ് ആയിട്ട് എങ്ങനെയെല്ലാമാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ എന്താണ് വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനും ടെക്സ്റ്റിലും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെ നമുക്ക് നോക്കാം. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് അവിടെ സോഷ്യലി ഐസൊലേറ്റഡ് ഉള്ളതിന് പകരം സോളിറ്ററി ലിവിങ് എന്നൊക്കെ തന്നിരിക്കുന്നത് കേട്ടോ. നമ്മളതിനെ കണക്ട് ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കണം. സോ ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ആക്കി തരാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമും ആവുന്നുണ്ട്. സോ റീഡിങ് പ്രാക്ടീസ് ചെയ്യുക, സ്കോർ ഇമ്പ്രൂവ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇന്ന് നമുക്ക് അവിടെ നിർത്താം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും.